എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ഇസ്രയേൽ മിലിറ്ററി വിജയകരമായിട്ട് റാഫയിലെ ഫിലഡൽഫിയ കോറിഡോറിൽ നിന്നും ഒരു ബന്ദിയെ ജീവനോടെ രക്ഷിച്ചിരിക്കുകയാണ്. അവിടെയുള്ളതായിട്ടുള്ള ഒരു തുരങ്കത്തിലായിരുന്നു ഈ ബന്ദിയെ പാർപ്പിച്ചിരുന്നത്. ആ തുരങ്കത്തിൻ്റെ വാതിൽ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു IDFന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുകയും അവരെ അവിടെ ആക്രമണം നടത്തുകയും അതിസാഹസികമായിട്ട് ഈ ബന്ദിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഖാലിദ് ഫർഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ബദൂവിയൻ ഗ്രൂപ്പിൽപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഫോട്ടോസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലേ ഞാനിവിടെ ആ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് മറ്റ് പല നിയമപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് കാണുന്നു. എങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇസ്രയേൽ മിലിറ്ററി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഗാസയിൽ തന്നെ ഉള്ളതായിട്ടുള്ള ലോക്കൽ ആളുകളാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രയേൽ സൈന്യത്തിന് കൈമാറിയത്. എന്ന് വെച്ചാൽ പാലസ്തീനികൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ബന്ദിയെ താമസിപ്പിച്ചിരിക്കുന്നു. ആ വീട്ടിൽ കൂടിയാണ് ആ തുരങ്കത്തിലേക്കുള്ള വാതിൽ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ പാലസ്തീനിലുള്ള പല ആളുകളും ഈ ഹമാസ് കാരണം വളരെ അവർ വളരെ ബുദ്ധിമുട്ടുകയാണ്. അവൾ വളരെ അമർഷത്തിലാണ് ഹമാസിനോടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ഈ രീതിയിലുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ഇസ്രയേൽ മിലിറ്ററിക്ക് കൈമാറുന്നതും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസിന് അത് കൈമാറുകയൊക്കെ ചെയ്യുന്നത്. എന്തു തന്നെയായാലും ഇത് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വലിയൊരു വിജയമായിരുന്നു ഇസ്രയേൽ മിലിറ്ററിയോടുള്ള ബന്ധത്തിലെ. ഒരു ബന്ദിയെ കൂടി അവർക്ക് സാഹസികമായിട്ട് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. പുതിയ ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത് സിൽവാർ ഇപ്പോഴേ തൻ്റെ പുറകെ ഇസ്രയേൽ മിലിറ്ററിയും ഇൻ്റലിജൻസും തൻ്റെ പുറകെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് താനെ സ്ത്രീയുടെ വേഷം ധരിച്ച് ബുർക്കയൊക്കെ ധരിച്ച് താനെ ഒളിവിലാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ താനെ ഇസ്രയേൽ മിലിറ്ററികളുടെയും കമാൻഡോസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി താനെ ശ്രമിക്കുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ സിൻവാറിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. അത് സിൻവാറിനും അറിയാം തൻ്റെ പുറകെ ഇസ്രയേൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം വേഷം മാറിയൊക്കെ നടക്കുന്നത്. എന്തുതന്നെയായാലും ഈ റാഫയിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഗാസയിലുള്ള മുഴുവൻ ജനങ്ങളും ഈ ഹമാസിൻ്റെ ഈ ഒരു പ്രവർത്തികളിൽ വളരെ അസന്തുഷ്ടരാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഈ ഇസ്രയേൽ മിലിറ്ററിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇസ്രയേലിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ നടത്തിയത്. ഈ ആക്രമണം നടക്കുമ്പോൾ അവിടെ ആ ടണലിലുണ്ടായിരുന്നതായിട്ടുള്ള 8 തീവ്രവാദികൾ ഇസ്രയേൽ കമാൻഡോസിനെതിരെ വെടിയുതിർക്കുകയുണ്ടായി. എന്നാൽ ഇസ്രയേൽ കമാൻഡോസ് അവരെ കൊല്ലുകയും അതുപോലെ തന്നെ എയർ സ്ട്രൈക്ക് അവിടെ നടത്തുകയും ചെയ്യുകയുണ്ടായി. എല്ലാ ടെററിസ്റ്റുകളെയും അവിടെ ന്യൂട്രലൈസ് ചെയ്ത ശേഷമാണ് അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ബന്ദിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവരെ കൂടുതൽ പരിശോധനകൾ അവിടെ നടത്തുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. അവർക്ക് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റ് ഡോക്യുമെൻസുകളും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഇതിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ വന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.